ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 5-ലെ 3-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാ വീക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാതഃ ഖലു കാലശക്തിരഖിലാ ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധൂസ്തസ്യാ സഹായക്രിയാം. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞിരുന്നു, പ്രാകൃത പ്രളയകാലത്ത് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ബ്രഹ്മാവും ബ്രഹ്മലോകവും മായയും എല്ലാം ഈ പരബ്രഹ്മത്തിൽ ലയിക്കുന്നു. അപ്പോൾ ഭഗവാൻ മാത്രം ഒരു പരമാനന്ദ പ്രകാശ തേജസ്സായി അവശേഷിക്കുന്നു എന്ന്. മായയിൽ ത്രിഗുണങ്ങൾ സാമ്യാവസ്ഥയിലായതുകൊണ്ട് സൃഷ്ടികർമ്മങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നതായതുകൊണ്ട് മായ പരിപൂർണമായും ഭഗവാനിൽ ലയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മരണവുമില്ല, മോക്ഷവുമില്ല, പകലുമില്ല, രാത്രിയുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പ്രളയകാലം കഴിയുമ്പോൾ സൃഷ്ടി തുടങ്ങുന്നതിനെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. ഏവം ച ദ്വിപരാർത്ഥകാല വിഗതാ വീക്ഷാം സിസൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം. ഏവം ച ഇപ്രകാരം ദ്വിപരാർത്ഥകാല വിഗതാ വീക്ഷാം ദ്വിപരാർത്ഥകാല വിഗതൗ ഈക്ഷാം. ദ്വിപരാർത്ഥകാലം, പരാർത്ഥകാലം എന്നാൽ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ പകുതിക്കാലം. ബ്രഹ്മാവിൻ്റെ ആയുസ് 100 ബ്രഹ്മവർഷമായതുകൊണ്ട് ഇവിടെ പരാർത്ഥകാലം എന്ന് പറയുമ്പോൾ 50 ബ്രഹ്മവർഷം. ദ്വി എന്നാൽ 2, ദ്വിപരാർത്ഥകാലം എന്ന് പറയുമ്പോൾ 2 50 ബ്രഹ്മവർഷക്കാലം, അതായത് 100 ബ്രഹ്മവർഷക്കാലം തന്നെ. ഇപ്രകാരം വീണ്ടും 100 ബ്രഹ്മവർഷക്കാലം വിഗതൗ പിന്നിട്ടപ്പോൾ, കടന്നുപോയപ്പോൾ, ഈക്ഷാം നോട്ടത്തെ, ഈക്ഷണം എന്നാൽ നോട്ടം, ഈക്ഷാം നോട്ടത്തെ, സിസൃക്ഷാത്മികാം സിസൃക്ഷ വീണ്ടും സൃഷ്ടി നടത്തുന്നതാണ് സിസൃക്ഷ എന്ന് പറയുന്നത്. സിസൃക്ഷാത്മികാം വീണ്ടും സൃഷ്ടി നടത്തണമെന്ന ആഗ്രഹത്തോടെ, ബിഭ്രാണേ കൈക്കൊണ്ടു അല്ലെങ്കിൽ ചെയ്തു, ത്വയി അങ്ങ്. അപ്പോൾ ഇപ്രകാരം 100 ബ്രഹ്മവർഷക്കാലം വീണ്ടും കടന്നു പോയപ്പോൾ വീണ്ടും സൃഷ്ടി നടത്തണമെന്ന ആഗ്രഹത്തോടെ അങ്ങ് മായയിലേക്ക് ഈക്ഷണം എന്ന ഒരു ക്രിയയെ ബിഭ്രാണേ ചെയ്തു. അപ്പോൾ ചുക്ഷുഭേ ക്ഷോഭിച്ചു, ത്രിഭുവനീഭാവായ മായാസ്വയം ത്രിഭുവനീഭാവായ ത്രിഭുവനങ്ങളായി തീരുവാനുള്ള ആഗ്രഹത്തോടെ. ഈ പ്രളയകാലത്തിന് മുൻപ് ഈ പ്രപഞ്ചത്തിലുള്ള ത്രിഭുവനങ്ങളായിരുന്നത് മായ തന്നെയായിരുന്നു. പ്രളയകാലത്ത് ഇവയെല്ലാം പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയാണ്. വീണ്ടും സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും ത്രിഭുവനങ്ങളായി തീരാനുള്ള ആഗ്രഹത്തോടെ മായ സ്വയം ചുക്ഷുഭേ ക്ഷോഭിച്ചു, ഒന്ന് ഇളകി മറിഞ്ഞു. ഭഗവാന്റെ ഈ ഈക്ഷണം തൻ്റെ മേലെ പതിച്ചപ്പോൾ. അപ്പോൾ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം ഒരുമിച്ച് പറയുമ്പോൾ, ഇപ്രകാരം പ്രാകൃത പ്രളയം തുടങ്ങിയ ശേഷം വീണ്ടും 100 ബ്രഹ്മവർഷം കഴിഞ്ഞപ്പോൾ, ദ്വിപരാർത്ഥകാലം കഴിഞ്ഞപ്പോൾ, സൃഷ്ടി തുടങ്ങുവാനുള്ള ആഗ്രഹത്തോടെ അങ്ങ് മായയിലേക്ക് ഒരു നോട്ടത്തെ ചെയ്യുന്നു. ഇങ്ങനെ ഭഗവാന്റെ ഒരു നോട്ടം തന്നിലേക്ക് പതിച്ചപ്പോൾ വീണ്ടും ത്രിഭുവനങ്ങളായി മാറാനുള്ള ഭാവത്തോടെ മായ സ്വയം ഇളകി മറിഞ്ഞു. ഇനി അടുത്ത 2 വരികൾ നോക്കാം. മായാത ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധൂത് തസ്യാ സഹായക്രിയ. മായാതഃ മായയിൽ നിന്നും ഖലു ആകട്ടെ
മായയിൽ നിന്നാകട്ടെ കാലശക്തിരഖിലാദൃഷ്ടം, കാലശക്തി കാലത്തിൻ്റെ ശക്തിയും, അഖിലാദൃഷ്ടം അഖിലം സകലതും അദൃഷ്ടമായത്, അതായത് കാണപ്പെടാത്തതായ സകലതും സകല കർമ്മങ്ങളും, സ്വഭാവോപിച്ച സ്വഭാവഹ അപിച്ച സ്വഭാവഹ വാസനകളും കൂടി, മായാത കലു മായയിൽ നിന്നും കാലശക്തിയും കാണപ്പെടാത്തതായ സകല കർമ്മങ്ങളും വാസനകളും കൂടി, പ്രാദുർഭൂയ വീണ്ടും ഉത്ഭവിച്ചിട്ട് വീണ്ടും ഉണർന്നെണീറ്റിട്ട്, ഗുണാൻ വികാസ്യ ഗുണാൻ ത്രിഗുണങ്ങളായ സത്വരജ തമോ ഗുണങ്ങളും വികാസ്യ വികസിച്ചിട്ട് വികാസം പ്രാപിച്ചിട്ട്, വിദധൂത് ചെയ്തു, തസ്യാഹ അവൾക്ക് ആ മായയ്ക്ക് സഹായക്രിയകൾ സഹായങ്ങൾ സൃഷ്ടികർമ്മത്തിന് വേണ്ടിയുള്ള സഹായ ക്രിയകളെ ചെയ്തു. അതായത് അപ്പോൾ മായയിൽ നിന്നുമാകട്ടെ കാലശക്തിയും കാണപ്പെടാത്തവയായ സകല കർമ്മങ്ങളും വാസനകളും വീണ്ടും ഉണർന്നിട്ട് ത്രിഗുണങ്ങളായ സത്വരജ തമോ ഗുണങ്ങളും വികസിച്ചിട്ട് മായയ്ക്ക് സൃഷ്ടികർമ്മങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങളെ ചെയ്തു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം ഭഗവാൻ തന്നിൽ തന്നെ അഭിരമിച്ച ആത്മാരാമനായി യോഗനിദ്രയിലായിരുന്ന ആ പ്രളയകാലത്ത് 2 പരാർത്ഥകാലം വർഷങ്ങൾ കടന്നുപോയപ്പോൾ വീണ്ടും സൃഷ്ടി തുടങ്ങുവാനുള്ള ആഗ്രഹത്തോടെ അങ്ങ് തന്നിൽ തന്നെ യാതൊരു അനക്കവുമില്ലാതെ ലയിച്ചു കിടന്നിരുന്ന മായയിലേക്ക് ഈ ക്ഷണം എന്ന ക്രിയയെ ചെയ്തു, അല്ലെങ്കിൽ ഒരു നോട്ടം നോക്കി. അപ്പോൾ ഭുവനത്രയമായി തീരുവാനുള്ള ആഗ്രഹത്തോടെ മായ സ്വയം ഒന്ന് ക്ഷോഭിച്ചു, ഇളകിമറിഞ്ഞു. അപ്പോൾ മായയിൽ നിന്നുമാകട്ടെ കാലശക്തിയും കാണപ്പെടാത്തവയായ സകല കർമ്മങ്ങളും വാസനകളും വീണ്ടും ഉണർന്നിട്ട് ത്രിഗുണങ്ങളായ സത്വരജ തമോ ഗുണങ്ങളും വികസിച്ചിട്ട് മായയ്ക്ക് സൃഷ്ടികർമ്മങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങളെ ചെയ്തു. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാവീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാതഃ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധൂസ്തസ്യാ സഹായക്രിയാം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ഏവം ച ദ്വിപരാർത്ഥകാലവിഗതാവീക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാതഃ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധൂസ്തസ്യാ സഹായക്രിയാം. 4ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.